പ്രിയമുള്ളവരെ, നമ്മള് ബിയോണ്ട് ദ ഹൊറിസോൺ എന്ന ജ്യോതിശാസ്ത്ര പരമ്പരയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞല്ലോ, അല്പം നമ്മൾ വഴിമാറി സഞ്ചരിക്കുകയാണ്. അതായത് വാനനിരീക്ഷത്തിന് ഉതകുന്ന ചില അടിസ്ഥാന കാര്യങ്ങളെ പറ്റി പറഞ്ഞു തരണം എന്ന് പല കോർണറുകളിൽ നിന്നും ആവശ്യപ്പെട്ടതനുസരിച്ച് നമ്മൾ 1-2 എപ്പിസോഡുകൾ സ്റ്റെല്ലേറിയം എന്ന സോഫ്റ്റ്വെയറിനെ, വാനനിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയറിനെ പരിചയപ്പെടുത്താനായിട്ട് തുടങ്ങിയ ഒരു ഭാഗമാണ്. ഇന്ന് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അതിന്റെ 2ാം ഭാഗമാണ്. കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ ആ സോഫ്റ്റ്വെയർ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, കമ്പ്യൂട്ടറിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ കൂടെ തന്നെ ആ സോഫ്റ്റ്വെയറിനകത്തുള്ള പ്രധാനപ്പെട്ട ടൂൾസ്, ഐക്കണുകൾ, അവ ഓരോന്നിനും എന്തിനു വേണ്ടിയാണ് എന്നുള്ള കാര്യവും വളരെ വിശദമായിട്ട് കഴിഞ്ഞ സ്റ്റെല്ലേറിയത്തിന്റെ 1ാം ഭാഗത്തിൽ വിശദീകരിച്ചു കഴിഞ്ഞു. അതിപ്പോ നമ്മുടെ സുഹൃത്തുക്കൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കാഴ്ചക്കാർ. പക്ഷെ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചക്കാർ ചെയ്യുന്ന, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ സോഫ്റ്റ്വെയർ നമ്മുടെ സ്കൂളുകളെല്ലാം പഠിപ്പിക്കുന്നത് ഈ സോഫ്റ്റ്വെയർ ആണ്. എന്നിട്ടും ധാരാളം കുട്ടികൾക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയും ഇല്ല. ആ ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിത് പൊതുസമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഈ പരിപാടിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്, നിങ്ങൾ കഴിയാവുന്ന ആളുകളെ കൊണ്ട് ഈ പരിപാടിയെ സബ്സ്ക്രൈബ് ചെയ്യിക്കണം. ഒന്ന്, അതേപോലെ അതിന്റെ ബെൽ ഐക്കണും അമർത്തിയിട്ട് സഹായിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് ഒരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവർത്തനമല്ല. 29 എപ്പിസോഡുകളായി ബിയോണ്ട് ദ ഹൊറിസോൺ എന്ന പരിപാടി തുടങ്ങിയിട്ട് നിർഭാഗ്യവശാൽ വെറും 112 ആളുകളാണ് ഓരോ എപ്പിസോഡും കണ്ടുകൊണ്ടിരിക്കുന്ന അർത്ഥം. അതായത് 112 സബ്സ്ക്രൈബുകൾ മാത്രമേ അതിലുള്ളൂ കാഴ്ചക്കാരായിട്ട്. എന്തുകൊണ്ടാണിത് കൂടുതൽ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുന്നതിന്റെ അർത്ഥം, ഇത് കൂടുതൽ വിദ്യാർത്ഥികൾക്ക് എത്തണം, വാനനിരീക്ഷണ കുതുകികൾക്ക് എത്തണം. അവർക്ക് വേണ്ടിയാണല്ലോ ഇത് ഉണ്ടാക്കുന്നത്. അവർക്ക് കാര്യം മനസ്സിലാക്കാനാണല്ലോ. ഇന്ന് സമൂഹത്തിൽ നടപാടുന്ന ഒരു വലിയ അന്ധവിശ്വാസമുണ്ട്, നമുക്കൊക്കെ അറിയാമത്. പക്ഷെ എന്തുകൊണ്ടോ എന്നറിയില്ല, ആ അന്ധവിശ്വാസം ഓരോ ദിവസവും കൂടുന്തോറും അത് കേരളം മുഴുവൻ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വല്ലാത്ത പ്രഹേളിക്കുകയാണ്. ശാസ്ത്ര പ്രചാരകർ ഏറെക്കാലമായിട്ട് ഇത്തരം അന്ധവിശ്വാസങ്ങളെ തടയാനായി നടത്തുന്ന പ്രവർത്തനങ്ങളൊന്നും തന്നെ ഫലപ്രദമായിട്ടില്ല. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ജ്യോത്സ്യം അല്ലെങ്കിൽ ജ്യോതിഷം ഓരോ കുടുംബത്തിനെയും പിടിമുറുക്കിയിരിക്കുകയാണ്. അത് സമ്പത്തുണ്ടാക്കാനുള്ള ഒരു ഉപാധിയായിട്ട് കാണുന്നതിനപ്പുറം പൊതുസമൂഹത്തിന്റെ ആരോഗ്യകരമായ മാനസിക വളർച്ചയ്ക്ക് പോലും വിഘാതമായി തീരുന്നു. അന്ധവിശ്വാസത്തിൽ അഭിരമിക്കുന്ന ഒരു സമൂഹം, അവരുടെ മുന്നോട്ട് പോക്ക് പ്രയാസകരമായിരിക്കും. അവർ വീണ്ടും പിന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ധാരാളം അന്ധവിശ്വാസങ്ങൾ അരങ്ങേറുന്നുണ്ട്. ദിവസവും പത്രവായന നടത്തുന്ന ഒരാൾക്ക് മനസ്സിലാവും, മന്ത്രവാദങ്ങൾ ഇതിന്റെ ഒരു ഉപ ഉൽപ്പന്നമാണത്. അമിതമായ ഭക്തി കൊണ്ടുണ്ടാവുന്ന ആപത്തുകൾ ഇതിന്റെ ഒരു ഉപ ഉൽപ്പന്നമാണ്. കാരണം ഒരു ജ്യോത്സ്യൻ നിർദ്ദേശിക്കുന്ന എന്താ?
നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാം. പരിഹാരമായിട്ട് എന്താ നിർദ്ദേശിക്കുന്നത്? ഒന്നുകിൽ ഏതെങ്കിലും ഒരു വലിയ അമ്പലത്തിൽ പോയിട്ട് വഴിപാട് കഴിക്കണം, അതല്ലെങ്കിൽ അവിടെ ആയിരക്കണക്കിന് രൂപ ചെലവ് ചെയ്യണം. മനുഷ്യന്റെ അധ്വാനത്തെയാണ് ഇവർ ചൂഷണം ചെയ്യുന്നത്. ഒന്ന് ഓർക്കണം. ഒരു ജ്യോത്സ്യനും ലോകത്തെ ഒരാൾക്കും നാളെ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളെ പറ്റി ഫലപ്രദമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ എത്രയോ വിമാനാപകടങ്ങളും കപ്പലപകടങ്ങളും അതല്ലെങ്കിൽ പ്രകൃതി ദുരന്തവും ഒക്കെ അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയേണ്ടതല്ലേ? കഴിയുന്നില്ലല്ലോ. അവർ മനുഷ്യനെ തെറ്റിദ്ധാരണ പരത്തിയിട്ട് മതിവിഭ്രമം ഉണ്ടാക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു മറുമരുന്നായിട്ടാണ് ആകാശകാര്യങ്ങൾ വിസ്തരിച്ചു കൊടുക്കുന്നത്. ഇത്തരം പരിപാടികൾ കൂടെ നോക്കുക. അതുകൊണ്ടെങ്കിലും നിങ്ങൾ അന്ധവിശ്വാസത്തെ എതിർക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ജ്യോത്സ്യത്തെ നിരുത്സാഹപ്പെടുത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ ഉപോൽപ്പന്നങ്ങളാണ് എന്നോർമ്മിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചിലരത്തെ ഒന്ന് പരിചയപ്പെടുത്താൻ വിചാരിച്ചത്. കൂടുതൽ ആളുകൾ വാനനിരീക്ഷണം നടത്തുകയും ആകാശത്തിലുള്ള വസ്തുക്കളെ പറ്റി പരിചയപ്പെടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ അന്ധകാരത്തിൽ നിന്ന് പുറത്തേക്ക് വെളിച്ചത്തിലേക്ക് വരും. ഇപ്പോ ശല്യത്തിന്റെ രണ്ടാം ഭാഗമാണിത്. ഇതിൽ നമ്മൾ എന്താണ് നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ ചാന്ദ്ര ദിനം എന്താണെന്ന് പരിചയപ്പെടുത്തുകയാണ്. 27 ചാന്ദ്ര നാളുകൾ. അതേപോലെ എന്താണ് ഒരു വർഷം, സൂര്യന്റെ സഞ്ചാരവുമായിട്ട് ബന്ധപ്പെട്ട വർഷത്തെ പരിചയപ്പെടുത്തുകയാണ്. രാശികൾ എന്താണ്? ഒരു കാലത്ത് അതൊക്കെ ആവശ്യമായിരുന്നു. കാരണം അതൊക്കെ മനുഷ്യന്റെ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് രാശികളൊക്കെ. അങ്ങനെ രാശികൾ നിലനിൽക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതാണ് യഥാർത്ഥം. വെറും മതിവിഭ്രമം, കാഴ്ചയുടെ വിഭ്രമം, ഓപ്റ്റിക്കൽ ഇല്യൂഷൻ എന്ന് പറയാം. അതിൽ കവിഞ്ഞ രാശികളൊന്നുമില്ല. ഈ പറയുന്ന അശ്വതി മുതൽ രേവതിയുള്ള നക്ഷത്രങ്ങളുമില്ല. ഒക്കെ വെറുതെ ആ കാലത്തെ മനുഷ്യൻ മറ്റൊരു സഹായവും ഇല്ലാതിരുന്ന കാലത്ത്, ആ കാല അക്കങ്ങൾ വർഷങ്ങൾക്ക് നമ്പറില്ല, മാസങ്ങൾക്ക് പേരുകളില്ല, തീയതികൾ നമ്പറില്ല, ഒന്നുമില്ലാതിരുന്നൊരു കാലത്ത് മനുഷ്യനെ ഒരാൾ ഭൂമിയിൽ പറഞ്ഞാൽ ആ ആളുടെ പ്രായം പരിഗണിക്കാനുള്ള ഒരു സൂത്രമായിട്ടാണ് ഇതിനെ കണ്ടുപിടിച്ചതെന്നുള്ളത്. അതൊക്കെ നമ്മൾ പല പ്രാവശ്യം ഇതിൽ പറഞ്ഞു കഴിഞ്ഞു. ജ്യോതിഷത്തിനെ പറ്റിയുള്ള ഒരു എപ്പിസോഡുണ്ട്, മാനത്തേക്ക് ഒരു കിളിവാതിൽ എന്ന ആ പഴയ എപ്പിസോഡ് യൂട്യൂബിൽ നിന്ന് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ കൂടുതൽ പറയുന്നില്ല. കാണുന്ന സുഹൃത്തുക്കളൊക്കെ ഈ മനുഷ്യവംശത്തിന്റെ നന്മയ്ക്ക് ഉദ്ദേശിച്ചുകൊണ്ട് കാണുന്ന ആളുകളാണെങ്കിൽ അവർ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം, ഷെയർ ചെയ്യണം. അപ്പൊ മാത്രമേ ഈ ഉദ്യമം ഫലപ്രദമാവുകയുള്ളൂ. ഇവിടെ ഞാൻ എന്തുകൊണ്ട് പിന്നെ കാഴ്ചക്കാരില്ലെങ്കിൽ എന്തുകൊണ്ട് തുടരുന്നു എന്ന ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം. ഒറ്റ കാരണമാണ്. അതായത് ഞാൻ ഒരാളൊരു പ്രഭാഷകനായിട്ട് ഒരു പൊതുപരിപാടി സംഘടിപ്പിച്ചാൽ എനിക്ക് പരമാവധി കിട്ടുന്ന ഒരു 100-200 ആളുകളേ ഉള്ളൂ. അതിൽ കൂടുതൽ വരില്ല ഒരു സ്ഥലത്ത്. അങ്ങനെ ഒരു കാലഘട്ടമാണ് നമ്മുടെ നാട്ടിൽ. അപ്പൊ അത്തരം ആളുകൾക്ക് ചുരുങ്ങിയത് 100-150-200 ആളുകൾ, ചിലപ്പോൾ 700 വരെ പോയിട്ടുണ്ട് ആളുകൾക്ക് യൂട്യൂബിലൂടെ ഇത് കാണാനുള്ള സൗകര്യമുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ വേണമെങ്കിൽ കാണാം. അതുകൊണ്ടാണ് നിങ്ങളോട് ഇത്രയും പറയാൻ കാരണം. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. സുഹൃത്തുക്കളെ, നമ്മൾ സ്റ്റെല്ലേറിയം എന്ന സോഫ്റ്റ്വെയറിന്റെ രണ്ടാം ഭാഗത്തേക്ക് കടക്കുകയാണ്. ഈ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്നത് വാനനിരീക്ഷണത്തിന് അത്യന്താപേക്ഷികമായ ചില ഉപകരണങ്ങളും സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയറിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചു തന്ന ടൂളുകളെ എങ്ങനെ ഉപയോഗിക്കാം എന്നതും, കൂടാതെ പൊതുവായ
ഈ ആകാശത്തെ പറ്റിയുള്ള ഒരു പൊതുവായ ചില അറിവുകളുമാണ് നമ്മൾ ഈ ഭാഗത്ത് തരാൻ പോകുന്നത്. അത് തുടങ്ങുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമുക്ക് ഭൂമിയെ പറ്റിയിട്ടും ആകാശത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് നമ്മളെ സംബന്ധിച്ചിടത്തോളം, സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വാന നിരീക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഭൂമി ഒരു പരന്ന പ്രദേശമാണ്. മുകളിലോട്ട് നോക്കിയാൽ ആകാശം നമ്മുടെ തലക്ക് മുകളിൽ ഒരു കൊട പോലെ നിൽക്കുന്നത് കാണാം. 4 ദിക്കുകൾ, അതായത് കിഴക്ക്, തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്, വടക്ക്, വടക്ക് കിഴക്ക്, വീണ്ടും കിഴക്ക്. ഇങ്ങനെ നമുക്ക് ചിലയിടത്തിൽ ഭൂമിയെ തിരിക്കാം. തിരിക്കൽ മാത്രമല്ല, ഈ ഭൂമി നമുക്ക് വലുതാക്കാം, ചെറുതാക്കാം. നോക്കണം, ഈ മൗസിന്റെ സെൻട്രൽ വീൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ വീലിനെ നമ്മൾ മുൻപോട്ട് തള്ളിയാൽ ഭൂമി വലുതാവും, അതേപോലെ ആകാശവും വലുതാവും. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ട് കാര്യങ്ങൾ കാണാനായിട്ട് നമ്മൾ ഭൂമിയെ ഒരു ഈ ഡിസ്പ്ലേയുടെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഡിസ്പ്ലേയുടെ ഫ്രെയിമിനകത്ത് ഒതുക്കി നിർത്തുക ആയിരിക്കും നല്ലത്. ഇപ്പോൾ അത് ഫ്രെയിമിനകത്ത് ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. പുറത്തെ ഭാഗത്തെ പറ്റി നോക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ കാണുന്ന ആകാശം തലക്ക് മുകളിലാണ്, നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശം. രാത്രി ആകാശം കൂടുതൽ മനസ്സിലാക്കാനാണ് എളുപ്പം. കാരണം നക്ഷത്ര നിരീക്ഷണവും രാത്രി ആകാശ നിരീക്ഷണവുമാണല്ലോ പ്രധാനം. പിന്നീട് ബാക്കിയുള്ള പകൽ സമയത്തെ ആകാശം നിരീക്ഷിക്കുന്നതിന്റെ ഭാഗങ്ങൾ കൂടെ പറഞ്ഞു തരാം. ശരി, അങ്ങനെ ഈ 360 ഡിഗ്രി, ഒരു വൃത്തം എന്നാൽ 360 ഡിഗ്രിയാണ്. 360 ഡിഗ്രി വലുപ്പമുള്ള ആകാശത്തിന്റെ 180 ഡിഗ്രി ഭാഗമാണ് നമ്മുടെ മുമ്പിൽ ഡിസ്പ്ലേയിലുള്ളത്. മറുപകുതിയാണ് 180 ഡിഗ്രി താഴെ ഭൂമിയാണ്. അപ്പോൾ നമ്മളിതിനെ മുകൾ ഭാഗം ഒന്ന് കാണുകയാണെങ്കിൽ ഒന്ന് താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുകൾ ഭാഗം കാണാം. ഇതാണ് മധ്യഭാഗം. ഈ മധ്യഭാഗത്തിന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട്, സെനിത്ത് എന്നാണ് പേര്. ZENITH. അതാണ് ഇവിടെ Z എന്നുള്ള പച്ച അക്ഷരത്തിൽ കാണിച്ചിരിക്കുന്നത്. ശരി, ഇതിന്റെ നേരെ മറുഭാഗം ഉണ്ടല്ലോ, അത് ഭൂമിക്കടിയിലെ നിൽക്കുമല്ലോ. നേരെ മറുഭാഗം ഭൂമിക്കടിയിലുള്ള ഭാഗത്തിന് നാദിർ എന്നാണ് പേര്. നാദിർ, NADIR. ശരി, ഇതിനുശേഷം ഒരു കാര്യം കൂടെ കാണിക്കാം. അതെന്താണെന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ് എങ്കിലും, ഭൂമിയും ആകാശവും കൂടിച്ചേരുന്ന ഭാഗത്തിന് നമ്മൾ പറയുന്നത് ചക്രവാളം എന്ന മലയാളത്തിൽ, ഇംഗ്ലീഷ് ഹൊറൈസൺ എന്ന് പറയും. ആ ഹൊറൈസണെ കാണിക്കുന്ന രേഖയാണ് ഈ പച്ച രേഖ. ഇവിടെ കാണാം. അത് എന്തുകൊണ്ടാണ് ചിലയിടങ്ങൾ മാത്രം കാണാനാകുന്നത് എന്ന് പറഞ്ഞാൽ, ആ ഇടങ്ങളിൽ ഭൂമിയും ആകാശവും കൃത്യമായി ഒരു രേഖയിൽ വരുന്നില്ലാത്തതുകൊണ്ടാണ്. വരുന്ന ഭാഗത്തുള്ള ഈ പച്ച രേഖ കാണാം. അതാണ് നമ്മുടെ ചക്രവാളം. ഇവിടെ ഒന്ന് തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ചക്രവാളത്തിന്റെ രേഖ പച്ച നിറത്തിലാണ്. ആ പച്ച നിറത്തിലുള്ള രേഖച്ചായ ഇടങ്ങൾ ഇതാ അവിടെ പച്ച നിറത്തിൽ കാണാം. ഇതാണ് ചക്രവാളം. ഇനി നമ്മൾ കിഴക്ക് ഭാഗം ഇവിടെ എടുത്തു കഴിഞ്ഞാൽ, കിഴക്ക് ഭാഗത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ആകാശത്തെ പരിശോധിക്കുന്നത്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഭൂമിയുടെ ഭ്രമണം, അതായത് ഭൂമി സ്വയം ഭ്രമണം ചെയ്യുന്നുണ്ട്. ഇത് നൂറ്റാണ്ടുകളായിട്ട് കണ്ടുപിടിച്ച കഴിഞ്ഞ കാര്യമാണ്. ഈ സ്വയം ഭ്രമണം കൊണ്ടാണ് നമുക്ക് പകലും രാത്രിയും ഉണ്ടാകുന്നത്. അതായത് സൂര്യന്റെ വെളിച്ചം എവിടെയൊക്കെ വീഴുന്നോ ഭൂമിയിൽ, ആ വീഴുന്ന ഭാഗത്തിനാണ് നമ്മൾ പകൽ എന്ന് പറയുന്നത്. മറുഭാഗത്തിന് നമ്മൾ രാത്രി എന്ന് പറയും. അപ്പോൾ ഇവിടെ ഇപ്പോൾ രാത്രി ആകാശമാണ് ഈ കാണുന്നതെങ്കിലും അടിയിലുള്ള ഭാഗം ഭൂമിയാണ്. അപ്പോൾ നമുക്ക് മറുഭാഗം കാണണമെങ്കിൽ നമുക്ക് സൂര്യനെ ഈ ആകാശത്തെ കാണേണ്ടി വരും. അക്കാര്യം നമുക്ക് മറ്റൊരു ഭാഗത്ത് വിശദീകരിക്കും. ശരി, ഇത്രയും വിശദീകരിച്ചതിന് ശേഷം നമുക്ക് ഇനി മനസ്സിലാക്കാനുള്ളത്,
ചക്രവാളം നമ്മൾ മനസ്സിലാക്കി, സിനിത്ത് മനസ്സിലാക്കി, നാദിർ മനസ്സിലാക്കി. അങ്ങനെ ഇത് തലക്ക് മുകളിൽ ആകാശമാണെന്നും മനസ്സിലാക്കി. അനന്തമായ ആകാശം. അപ്പോൾ ഇവിടെ ഈ ഒരു അതിർത്തി കാണുന്നതുകൊണ്ട് അതിർത്തിയെ പറ്റി നിങ്ങൾ വേവലാതിപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതെങ്ങും ബ്രഹ്മാണ്ടത്തിൽ മുഴുവന ദൂരെ വ്യാപിച്ച് കിടക്കുകയാണ്. എവിടത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമില്ല. അതിർത്തി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയും അതിന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഏതാണ്ട് മനുഷ്യന്റെ മനസ്സിന് ഗോചരമായ അല്ലെങ്കിൽ കണ്ണുകൾക്ക് ഗോചരമായ അതിരുകൾ മാത്രമേ നമ്മൾ ഇന്നത്തെ നിലയിൽ പ്രപഞ്ചത്തെ പറ്റിയുള്ള ധാരണ നമ്മൾക്കുള്ളൂ. അപ്പൊ ആ ധാരണയെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. നക്ഷത്രങ്ങൾ നമ്മുടെ ഭൂമിക്ക് മുകളിൽ മാത്രമല്ല കാണുന്നത്. ഭൂമിക്ക് മുകളിൽ ഭാഗത്തെ കഴിച്ചാൽ നക്ഷത്രാന്തര ലോകം, അതായത് നക്ഷത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ലോകം, അത് നമ്മുടെ ക്ഷീരപഥം എന്ന വലിയ താരാഗണത്തിനകത്തുമുണ്ട്. അതിന് പുറമെ ക്ഷീരപഥത്തിനകത്തുള്ള അല്ലെങ്കിൽ ക്ഷീരപഥത്തിന് പുറത്തുള്ള നിരവധി ക്ഷീരപഥം പോലെയുള്ള ഗാലക്സികൾ ഉണ്ട്. ആ ഗാലക്സികളിലൊക്കെ തന്നെ നക്ഷത്രങ്ങളുണ്ട്. പക്ഷേ ഇന്നത്തെ നിലയിൽ ഭൂമിയിൽ ജ്യോതിശാസ്ത്രത്തിന്റെ പരിധിയിൽ നോക്കുമ്പോൾ നമുക്ക് കാണാറാവുന്നത് വളരെ കുറച്ച് നക്ഷത്രങ്ങളെ ഉള്ളൂ എന്നർത്ഥം. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, എത്രത്തോളം നക്ഷത്രങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ട് എന്നൊരാൾ ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ചെറിയ ഉത്തരം, അത് കൃത്യമായിട്ട് ഉത്തരവൊന്നും അല്ല എങ്കിൽ ഒരു ഊഹത്തിലുള്ള ഉത്തരം എന്താണെന്ന് പറഞ്ഞാൽ, ലോകത്തിലെ വിവിധ കടൽ തീരങ്ങളുണ്ടല്ലോ ഭൂമിയിൽ, ആ കടൽ തീരങ്ങളിലെല്ലാം മണലുണ്ട്, മണൽ തരികളുണ്ട്. ആർക്കെങ്കിലും ലോകത്തെ മുഴുവൻ മണൽത്തീരങ്ങളിലെ മണലുകളെ എണ്ണി കണക്കാക്കാൻ കഴിഞ്ഞാൽ അതിലും കൂടുതലായിരിക്കും പ്രപഞ്ചത്തിലുള്ള നക്ഷത്രങ്ങളുടെ എണ്ണം. അതാണ് ഒരു കണക്ക്. കുട്ടികൾ ചോദിക്കുകയാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം അത് എണ്ണി കണക്കാക്കാൻ കഴിഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ ജ്യോതിശാസ്ത്രജ്ഞന്മാർ ഇതുവരെ കണ്ടുപിടിച്ച നക്ഷത്രങ്ങളുടെ എണ്ണവും അവയുടെ വിവരങ്ങളും 1 കോടിക്കടുത്തമേ അടുത്തേ വരുള്ളൂ. അതിൽ കൂടുതലൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ക്ഷീരപഥത്തിൽ തന്നെ 100 കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലെ നക്ഷത്രങ്ങളെ പറ്റി നമുക്ക് ഇതുവരെ പൂർണ്ണമായി അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം. ഇനി നമുക്ക് ഈ നിരീക്ഷണത്തിന് ഏറ്റവും പറ്റിയ ചില ഉപാധികൾ, അതേപ്പറ്റിയാണ് പറയുന്നത്. ഓരോന്നോരോമായി പറയാം. നമ്മുടെ പൗരാണികർ ആദ്യം അവർക്ക് മനസ്സിലായത് ആകാശം നോക്കിയപ്പോൾ അവർക്ക് ഒരു കാലഘട്ടത്തിലെ കാർഷിക വസ്തുക്കൾ വിപണനം ചെയ്യാൻ വേണ്ടി സഞ്ചരിച്ച സഞ്ചാരികളായിരുന്നു ആദ്യമായി ആകാശ നിരീക്ഷണം നടത്തിയത്. ഏതാണ്ട് 5000-6000 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇന്നറിയുന്ന ഈ സൗദി അറേബ്യ, ഇറാഖ്, ഇറാൻ മാതിരിയുള്ള വലിയ പ്രദേശങ്ങൾ, മധ്യപൗരസ്ത്യ ദേശങ്ങളിലെ സഞ്ചാരികൾ അവർ വ്യാപാരത്തിന് കച്ചവട വസ്തുക്കളും കൊണ്ടുപോകുമ്പോൾ അവരുടെ മരുഭൂമികളിൽ കൂടെ യാത്ര ചെയ്യാനായിട്ടാണ് നക്ഷത്രങ്ങളെ കൂട്ടുപിടിച്ചത്. അങ്ങനെ കൂട്ടുപിടിച്ച കാലത്ത് അവർക്ക് ഒരു കാര്യം ആകാശത്തെ കാണാൻ കഴിഞ്ഞു. അതാണ് ആദ്യം ഞാൻ കാണിച്ചു തരുന്നത്. ആ നക്ഷത്രങ്ങളുടെ നിരീക്ഷണ തുടക്കം കുറിച്ചതും നക്ഷത്രങ്ങളുടെ പറ്റിയുള്ള അറിവുകൾ കണ്ടുപിടിച്ചതും അവിടെ നിന്നാണ്. അതാണ് ഇനി പറയാൻ പോകുന്നത്. ആ പറയാൻ പോകുന്നതിന് ശ്രദ്ധയോടെ ഒന്ന് നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ നമുക്ക് ഭൂമിയുടെ വടക്ക് ഭാഗമാണ്, ഭൂമിയുടെ വടക്ക് ഭാഗം, നോർത്ത്. ആ ഭൂമിയുടെ വടക്ക് ഭാഗത്തുള്ള കൃത്യം ഭൂമിയുടെ വടക്ക് നേരെ ചൂണ്ടിക്കാണിക്കുന്ന നക്ഷത്രമാണ് ധ്രുവ നക്ഷത്രം, അല്ലെങ്കിൽ അതിന് പറയുന്നത് പോൾ സ്റ്റാർ. ഇവിടെ നോക്കുകയാണെങ്കിൽ കാണാം പോളാരിസ് എന്ന് എഴുതി കാണാം. പോളാരിസ് എന്ന് പറഞ്ഞാൽ പോൾ സ്റ്റാർ. പോൾ എന്ന് പറഞ്ഞാൽ ധ്രുവം. അതേത് ധ്രുവം? ഉത്തര ധ്രുവം. ആ ഉത്തര ധ്രുവത്തിൽ നേർക്ക് കാണുന്ന ഈ നക്ഷത്രമാണ് പോൾ സ്റ്റാർ, അല്ലെങ്കിൽ മലയാളത്തിൽ ഇന്ത്യക്കാർ അതിന് ധ്രുവ നക്ഷത്രം എന്ന പേരാണ് കൊടുത്തിരിക്കുന്നത്. ഭൂമി 24 മണിക്കൂർ 56 മിനിറ്റ് ഏതാനും സെക്കൻഡുകൾ കൊണ്ട്
പടിഞ്ഞാറ് വശത്തുനിന്ന്, അതായത് പടിഞ്ഞാറ് വശത്തുനിന്ന് കിഴക്കോട്ടേക്ക് ഒരു പ്രാവശ്യം ചുറ്റുന്നുണ്ട്. ഈ കാലയളവിലാണല്ലോ ഒരു ദിവസം എന്ന് പറയുന്നത്. ആ ചുറ്റുന്ന 24 മണിക്കൂറിനെ നമ്മൾ മൊത്തം ഭൂമിയുടെ വലിപ്പം കൊണ്ട്, അതായത് അതിന്റെ വ്യാസം 360 ഡിഗ്രിയാണ്, അതുകൊണ്ടൊന്ന് ഹരിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. അതായത് ഭൂമി ഒരു പ്രാവശ്യം പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ട് ചുറ്റുമ്പോൾ ആകാശത്തിന്റെ ഓരോ ഡിഗ്രിയും ചുറ്റാൻ അത് 4 മിനിറ്റ് സമയമെടുക്കും. നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കിയാൽ മതി. അതായത് പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ട് ഭൂമി ചുറ്റുകയാണെങ്കിൽ ആകാശം കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടായിരിക്കും പോകുന്നുണ്ടാവുക. ഉറപ്പല്ലേ? അങ്ങനെ വരുമ്പോൾ നോക്കാം, നമുക്ക് ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നടത്താം. ഞാൻ ഈ ഭൂമിയുടെ ഇപ്പോഴും ചുറ്റുന്നുണ്ട് ഭൂമി, പക്ഷേ നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ സൂക്ഷ്മമായിട്ട് നക്ഷത്രങ്ങൾ നിരീക്ഷിക്കണം. 4 മിനിറ്റ് കൊണ്ട് കൃത്യമൊരു ഡിഗ്രി ചുറ്റുന്നുണ്ട്, പക്ഷെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഭൂമിയുടെ വേഗത അല്പം ഒന്ന് കൂട്ടുന്നു. അല്പം ഒന്ന് കൂട്ടുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ നക്ഷത്രങ്ങൾ, കിഴക്ക് ഭാഗത്തുള്ള നക്ഷത്രങ്ങൾ അല്പാൽപ്പം മേലോട്ട് ഉയർന്നായി കാണാം. അങ്ങനെ അത് ഉയർന്ന് അവസാനം അത് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായും കാണാം. അത് നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ 4 മിനിറ്റ് സമയം കൊണ്ടാണ് 1 ഡിഗ്രി ആകാശം മുന്നോട്ട് പോകുന്നത്. 360 ഡിഗ്രി ആകാശം 24 മണിക്കൂർ 56 മിനിറ്റ് ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഒരു ചുറ്റാണ് ചുറ്റുന്നത്. നോക്കണം, ഇവിടെ ഞാനിപ്പോ ഭൂമിയെ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ചുറ്റുകയാണ് അല്പം വേഗത്തിൽ. സൂക്ഷിച്ചു നോക്കിയാൽ നക്ഷത്രങ്ങൾ കിഴക്ക് ഭാഗത്ത് നിന്ന് മെല്ലെ 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 പൊന്തുന്ന കാണാം. ഇങ്ങനെ പൊന്തി 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 വന്ന് അതിങ്ങ് പടിഞ്ഞാറ് അസ്തമിക്കും. പടിഞ്ഞാറ് ഭാഗത്ത് നക്ഷത്രങ്ങൾ നോക്കിക്കോളൂ, അത് മെല്ലെ 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 താണ് ഇവിടെ നിന്ന് അസ്തമിക്കും. ഇവിടെ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ നക്ഷത്രങ്ങൾ അസ്തമിക്കുമ്പോൾ അത് തന്നെ കാണാതാവും. അതേസമയം പുതിയ നക്ഷത്രങ്ങൾ കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് ഉയർന്നു വരും, ഓരോന്നോരോന്നായിട്ട് ഉയർന്നു വരും. അപ്പോൾ ഭൂമിയുടെ ചലനം മനസ്സിലാക്കി കൊടുക്കാൻ ഏറ്റവും നല്ല ഒരു ഉപാധിയാണ് സ്റ്റിൽ എയർ എന്നർത്ഥം. പക്ഷെ ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഈ നോർത്ത് അല്ലെങ്കിൽ വടക്ക് ഭാഗം എന്നുള്ളത് ഭൂമിയുടെ ഉത്തര ധ്രുവമാണ്. ഇത് ഉത്തര ധ്രുവവും മറ്റേത് അതായത് ദക്ഷിണ ധ്രുവവും, ഈ ദക്ഷിണ ധ്രുവവും. അപ്പോ ആ ഉത്തര ധ്രുവത്തെ ഇന്ന് കൃത്യം മുകളിലുള്ള ഈ ഒരു നക്ഷത്രത്തെ സൂക്ഷിച്ചു നോക്ക്. എല്ലാ നക്ഷത്രങ്ങൾക്കും അതിന് ചുറ്റും ഈ ഒരു നക്ഷത്രത്തിന് ചുറ്റും ചുറ്റിക്കൊണ്ടിരിക്കുക കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടേക്ക്. എന്നാൽ ഇത് മാത്രം ചുറ്റുന്നില്ല. അതിന് കാരണം നമുക്കിപ്പോ അറിയാം. എന്താ കാരണം? അത് ഭൂമിയുടെ ഉത്തര ധ്രുവത്തിലാണ് കൃത്യമായി നിൽക്കുന്നത്. അതുകൊണ്ടാണ് അത് ചുറ്റാത്തത്. പക്ഷെ ഈ ഒരു കാഴ്ച പണ്ടുള്ള പൗരാണികർക്ക് വല്ലാത്തൊരു അത്ഭുതം ഉളവാക്കിയിരുന്നു. അവർക്ക് ഈ കാഴ്ചയെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ആകാശത്തെ നമുക്ക് വഴികാട്ടിത്തരാനായി ഒരു ദൈവം ഇരിക്കുന്നുണ്ട് എന്ന സങ്കല്പം ഉണ്ടായി വന്നത്. ഈ ദൈവിക സങ്കല്പത്തിന്റെ ചോര് പിടിച്ചാണ് ഇന്ത്യയിലെ വടക്ക് ഭാഗത്തുള്ള ഉത്തര ധ്രുവത്തുള്ള നക്ഷത്രത്തിന് ധ്രുവ നക്ഷത്രം എന്ന പേരുണ്ടായത്. നക്ഷത്രത്തിന്റെ പിന്നാലെ ഒരുപാട് കഥകളുണ്ട്. താരാഗണങ്ങളുടെ പിന്നാലെ, ഓരോ ഗണത്തിന്റെയും പിന്നാലെ ലോകത്തിലെ വിവിധ സംസ്കാരങ്ങൾ കഥകൾ ഉണ്ടാക്കി മെനഞ്ഞെടുത്തിട്ടുണ്ട്. അത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നക്ഷത്രം നിരീക്ഷിക്കുന്നവന്റെ മനസ്സിൽ സ്ഥിരമായിരിക്കാനാണ്. കഥകൾ വളരെ എളുപ്പത്തിൽ ആളുകൾക്ക് സ്വാംശീകരിക്കാൻ കഴിയും. അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു കാഴ്ചയാണ് യഥാർത്ഥത്തിൽ
നമ്മുടെ പൂർവികരെ അത്ഭുതപ്പെടുത്തിയത്. പക്ഷേ ഈ ധ്രുവ നക്ഷത്രത്തെ ഭൂമിയിലുള്ള തെക്ക് ഭാഗത്തുള്ള ആൾ കാണാൻ കഴിയില്ല. ഇവിടെ നോക്കിയാൽ കാണാൻ കഴിയില്ലല്ലോ, കഴിയില്ല. അപ്പൊ എന്ത് ചെയ്യും? ധ്രുവ നക്ഷത്രത്തെ കണ്ടാൽ മാത്രമേ വഴി കണ്ടുപിടിക്കാൻ മാർഗമുള്ളൂ. അപ്പോൾ അതിന് മറ്റൊരു മാർഗം അവരാലോചിച്ചു. ആ മറ്റൊരു മാർഗം എന്താണെന്ന് പറഞ്ഞാൽ, അവർ ആകാശത്ത് അവർക്ക് കാണാൻ കഴിയുന്ന മുഴുവൻ നക്ഷത്രങ്ങളെയും കൂട്ടിയോജിപ്പിച്ചു. ഇങ്ങനെ കൂട്ടിയോജിപ്പിച്ചു. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന മുഴുവൻ നക്ഷത്രങ്ങളെയും അവർ കൂട്ടിയോജിപ്പിച്ചു. ആ കൂട്ടിയോജിപ്പിച്ചപ്പോൾ അവർക്ക് തോന്നി, അവരിതിൻ്റെ ആ കാലത്ത് പല സംസ്കാരങ്ങളിലും പലതരത്തിലുള്ള പേര് കൊടുത്തു. പേരൊട്ടുമിക്കതും സാങ്കല്പികമായിരുന്നു, അവർക്ക് തോന്നിയ പേര്. അങ്ങനെ കൊടുക്കുമ്പോൾ ഇതിനൊക്കെ ഇങ്ങനെയുള്ള പേരുകളും കൊടുത്തു, ഓരോന്നിനും ഓരോ പേര് കൊടുത്തു. അത് കാണാവുന്ന ആകാശം മുഴുക്കെ അവർ എണ്ണിത്തിട്ടപ്പെടുത്തി ഇങ്ങനെ ചിത്രങ്ങൾ വരച്ചു വെച്ചു. ആ ചിത്രങ്ങൾക്കൊക്കെ അവർ പേര് കൊടുത്തു എന്നുള്ളതാണ്. ഈ പേര് കൊടുത്തതിന് പിന്നിലെ രഹസ്യമുണ്ട്. അതെന്താണെന്ന് പറയാം. ഇവിടെ ഞാൻ പറഞ്ഞു പോളാരിസ് എന്ന ധ്രുവ നക്ഷത്രമാണിത്. അപ്പൊ ആ ധ്രുവ നക്ഷത്രത്തെ മറ്റു ഭാഗത്തു നിന്ന് കാണാൻ കഴിയില്ലെങ്കിൽ എങ്ങനെ ഈ ധ്രുവ നക്ഷത്രത്തെ മറ്റു ഭാഗത്തു നിന്ന് കണ്ടുപിടിക്കാം എന്നുള്ളതായിരുന്നു അവരുടെ ചോദ്യം. അവരിങ്ങനെ സാങ്കല്പികമായ രൂപങ്ങൾ കൊടുത്തു ഈ പറയുന്ന എല്ലാ നക്ഷത്ര ഗണങ്ങൾക്കും അല്ലെങ്കിൽ താരാഗണങ്ങൾക്കും. രൂപങ്ങൾ കൊടുത്തപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി, ചില നക്ഷത്രങ്ങളെയെങ്കിലും കൂട്ടി യോജിപ്പിച്ചു കഴിഞ്ഞാൽ, ഒരു നേർരേഖ വരച്ചാൽ ഇവിടെ ഈ ധ്രുവ നക്ഷത്രത്തെ കാണാൻ കഴിയും. ഇവിടെ നോക്കാം, ഇത് ആകാശത്ത് എം രൂപത്തിലുള്ള ഒരു നക്ഷത്ര കൂട്ടമാണ്. 1, 2, 3, 4, 5. അപ്പോൾ ഈ 5 നക്ഷത്രങ്ങളിൽ മധ്യത്തിലുള്ള നക്ഷത്രത്തിൽ നേരെ ഒരു വര വരച്ചാൽ അതിവിടെ ധ്രുവ നക്ഷത്രത്തിലെത്തും. ശരി, ഇതിൽ നിന്ന് മാത്രമല്ല, ഇനി ധാരാളം നക്ഷത്രങ്ങൾ നോക്കാം. ഇവിടെ മധ്യാകാശത്ത് ചില ഗണങ്ങളുണ്ട്, മധ്യാകാശ ഗണങ്ങൾ. ആ മധ്യാകാശ ഗണങ്ങൾ ചിലതൊക്കെ ആ ധ്രുവ നക്ഷത്രത്തേക്ക് ചൂണ്ടുന്നത് എങ്ങനെയാണെന്ന് അവർ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. അതിലൊരു പ്രധാനപ്പെട്ട നക്ഷത്രമാണ് നമ്മൾ എല്ലാ കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാവുന്ന, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോലും അറിയാവുന്ന ഒറിയോൺ എന്ന നക്ഷത്രഗണം. ഒറിയോൺ നക്ഷത്രത്തെ ഗണത്തെ കാണാൻ നമ്മൾ ഏതാണ്ട് ജനുവരി മാസത്തേക്ക് പോയാൽ മതി. ജനുവരി മാസം നമുക്ക് മധ്യാകാശത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒറിയോൺ എന്ന ഗണത്തെ കാണാം. ഇതാണ് ഒറിയോൺ എന്ന ഗണം. ഇതിന്റെ ചിത്രം നോക്കണം. ഒറിയോൺ എന്ന ഗണം ഒരാൾ മലർന്ന് കിടക്കുന്നത് പോലെ, അയാൾക്ക് മുൻകൈയിൽ ഒരു വില്ല്, ഇടത്തെ കൈയിൽ ഒരു ഗദ, ഒരു കാലിത്, രണ്ടാമത്തെ കാലിത്, മധ്യത്തിൽ അയാളുടെ ബെൽറ്റിൽ 3 നക്ഷത്രങ്ങൾ. ഇതൊരു പ്രധാനപ്പെട്ട നക്ഷത്രഗണമാണ്. മധ്യാകാശത്തുള്ള ജനങ്ങൾക്ക് ഉത്തര ധ്രുവത്തിലുള്ള പോളാരിസിനെ കാണാൻ ഈ ഒരു നക്ഷത്രവും തലയിലെ നക്ഷത്രവും അങ്ങനെ ഇതെല്ലാം കൂടി ചേർത്ത് ഒരു ഒറ്റ വര വരച്ചു കഴിഞ്ഞാൽ നേരെ ഉത്തര ധ്രുവത്തിലേക്ക് പോകും. ഉത്തര ധ്രുവം ഇവിടെയുള്ള ഈ പോളാരിസ് നക്ഷത്രത്തിലേക്ക് വരും. വളരെ എളുപ്പം ഇങ്ങനെ ഒരു വര വരച്ചാൽ അത് പോളാരിസിലേക്കായിരിക്കും പോവാം. ഇതാണ് പോളാരിസ് ധ്രുവ നക്ഷത്രം. അപ്പൊ ഇങ്ങനെ അവർക്ക് ആവശ്യമുള്ള രീതിയിൽ അന്നത്തെ ആളുകൾ, അന്നത്തെ പൗരാണികരായ മനുഷ്യർ ധ്രുവ നക്ഷത്രത്തെ കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗമായിട്ട് എല്ലാ നക്ഷത്ര ഗണങ്ങളെയും, അവർ സങ്കല്പിച്ച നക്ഷത്ര ഗണങ്ങളെ കൂട്ടങ്ങളാക്കി തിരിച്ച് ധ്രുവ നക്ഷത്രത്തിലേക്ക് പോയി. ധ്രുവ നക്ഷത്രത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വഴി എളുപ്പമാണല്ലോ.
അതിൻ്റെ പടിഞ്ഞാറും കിഴക്കും ഒക്കെ നോക്കി അവർക്ക് സഞ്ചരിക്കാൻ ഒരു പ്രയാസമില്ല. ഇതായിരുന്നു ആദ്യകാലത്തെ നക്ഷത്ര നിരീക്ഷണത്തിന്റെ ഉദ്ദേശം. പിന്നീട് മധ്യഭാഗത്ത് സഞ്ചരിക്കുന്ന, അതായത് മധ്യഭാഗം എന്നാൽ ഇത് വടക്ക് ഭാഗം, ഇത് കിഴക്ക് ഭാഗം, ഇത് തെക്ക് ഭാഗം. കിഴക്ക് പടിഞ്ഞാറായി കിടക്കുന്ന ആ ഭാഗമാണല്ലോ മധ്യഭാഗം. ഇപ്പൊ ഭൂമിയുടെ മധ്യഭാഗം എന്ന് പറഞ്ഞാൽ അവിടെ രേഖയുണ്ട് അല്ലേ, ഒരു സാങ്കല്പിക രേഖ, ഭൂമധ്യരേഖ. ആ ഭൂമധ്യരേഖ യഥാർത്ഥത്തിൽ ഭൂമിയുടെ കൃത്യം മധ്യവശത്തിനെ കാണിക്കുന്നു. അത് നോക്കാൻ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഭൂമധ്യരേഖ ഒന്ന് കാണാം. ചെയ്യേണ്ടത് ഇവിടെ പോവുക, ഇവിടെ മാർക്കിങ്സിൽ പോയി ഭൂമധ്യരേഖ ഇക്വേറ്റർ ഡേറ്റ് അതിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭൂമധ്യരേഖ കാണാം. തെക്ക് പടിഞ്ഞാറാണല്ലോ ഭൂമധ്യരേഖ. ഇതാ ഈ നീല രേഖയാണ് ഭൂമധ്യരേഖ. ഇത് കിഴക്ക് പടിഞ്ഞാറാണ്, തെക്ക് പടിഞ്ഞാറല്ല, കിഴക്ക് അത് പടിഞ്ഞാറത്ത് അവസാനിക്കുന്നു. വലിയൊരു വൃത്തം, അതാണ് ഭൂമധ്യരേഖ. പക്ഷേ ഈ ഭൂമധ്യരേഖ സൂര്യൻ നിൽക്കുന്ന പ്രതലവുമായിട്ട് കുറച്ച് ചെരിവുണ്ടാക്കിയിട്ടുണ്ട്. ആ ചെരിവ് ഏതാണ്ട് 23.5 ഡിഗ്രിയാണ്. ഇതൊക്കെ എല്ലാ കുട്ടികൾക്കും അറിയാവുന്ന കാര്യമാണ്. ആ രേഖ ഒക്കെ പറയുന്നത് ക്രാന്തി വൃത്തം എന്നാണ്. ഇനി നമുക്ക് ക്രാന്തി വൃത്തത്തിനെ കാണണമെങ്കിലോ, ക്രാന്തി വൃത്തം അല്ലെങ്കിൽ എക്ലിപ്റ്റിക്, ഇതാണ് ക്രാന്തി വൃത്തം. ആ ക്രാന്തി വൃത്തം യഥാർത്ഥത്തിൽ ഈ കാണുന്ന ചുവന്ന രേഖയാണ്, മഞ്ഞരേഖ. ഈ മഞ്ഞരേഖയും നേരത്തെ പറഞ്ഞ ഭൂമധ്യരേഖയും തമ്മിൽ രണ്ടിടത്തായി ഖണ്ഡിക്കുന്നു. ഒന്നിത് ഇവിടെ, മറ്റൊന്ന് നേരെ എതിർവശത്ത് 180 ഡിഗ്രി. ആ എതിർവശത്തെ 180 ഡിഗ്രി ഇതാ ഇവിടെ. രണ്ട് രേഖ, ഈ രണ്ട് ഖണ്ഡിക്കുന്ന ബിന്ദുക്കൾക്ക് പറയുന്നത് വിഷുവ ബിന്ദുക്കൾ എന്നാണ്. ഒന്നിതും മറ്റൊന്ന് ഇതും. അപ്പൊ രണ്ട് ബിന്ദുക്കൾ വിഷുവ ബിന്ദുക്കളാണ്. എന്താണ് വിഷുവ ബിന്ദുക്കൾ എന്ന കാര്യം പറയാം. അന്നത്തെ ആളുകൾ ആകാശ നിരീക്ഷണം നടത്തിയിരുന്നത് പ്രധാനമായ ചില അവരുടെ ജീവിത ആവശ്യങ്ങൾ നിർവഹിക്കാനായിരുന്നു. അതിലൊന്നായിരുന്നു നക്ഷത്രങ്ങളുടെ സഹായത്തോടുകൂടെ യാത്ര. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിനുള്ള ഉപകരണങ്ങൾ ഈ കടന്ന സാങ്കല്പികമായിട്ടുള്ള എല്ലാ ചിത്രങ്ങളും, മൃഗങ്ങളും കന്യകയും ഒക്കെ. പിന്നത്തെ രണ്ടാമത്തെ അവരുടെ ആവശ്യം വളരെ പ്രധാനമാണ്. ഒന്ന് കാർഷിക ആവശ്യങ്ങളാണ്. കാർഷിക ആവശ്യങ്ങൾക്ക് കാലാവസ്ഥ മനസ്സിലാക്കണം. കാലാവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ ഋതുക്കളുടെ വരവും പോക്കും തിരിച്ചറിയണം. അതിനാണ് അവർ രണ്ടാമതായി ഉപയോഗിച്ചത്. മൂന്നാമത്തെ അവരുടെ ആവശ്യം, ഒരാൾ ഭൂമിയിൽ ജനിച്ചാൽ അക്കാലത്ത് ഇന്നത്തെ കാലത്തെ പോലെ കലണ്ടറില്ല, വർഷങ്ങൾക്ക് നമ്പറില്ല, ദിവസങ്ങൾ തിരിച്ചറിയാൻ യാതൊരു മാർഗവുമില്ല. ആ കാലത്ത് അതിനു വേണ്ടി അവർ ഒരു കാര്യം വളരെ കൃത്യമായി
ആകാശ നിരീക്ഷണം നടത്തി. ഈ രണ്ട് രേഖകൾ, ഒന്ന് ക്രാന്തിവൃത്തം, മറ്റൊന്ന് ഭൂമധ്യരേഖ, ഈ രണ്ടും തമ്മിലുള്ള ഈ രണ്ട് ബിന്ദുക്കൾ, അതാണ് വിഷുവ ബിന്ദുക്കൾ. ഒരു ബിന്ദു വരുന്നത് വസന്ത ഋതുവിലാണ്, രണ്ടാമത്തെ ബിന്ദു ശരത് ഋതുവില്, ഒന്ന് വേനൽക്കാലത്തിലാണെങ്കിൽ രണ്ടാമത്തേത് ശിശിരകാലത്ത്, തണുപ്പ് കാലത്ത്. ഇങ്ങനെ രണ്ട് ബിന്ദുക്കളാണ്. അപ്പോ ഈ രണ്ട് ബിന്ദുക്കളുടെ പ്രാധാന്യം കാർഷിക ആവശ്യങ്ങൾക്ക് തന്നെയാണ്. കാരണം വസന്തകാലത്തിന്റെ തുടക്കം അവസാനിക്കുമ്പോഴാണ് നമുക്ക് മഴ കിട്ടുന്നത്. അത് ലോകത്തെമ്പാടുമുള്ള അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോ മഴ കിട്ടുന്ന, ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മഴ കിട്ടുന്ന കാലമാണ് കാലവർഷത്തിന്റെ കാലം. അതായത് വേനൽക്കാലത്തിന്റെ അവസാനം മഴ കിട്ടുന്ന സമയം, കാർഷിക പ്രവൃത്തി തുടങ്ങേണ്ട സമയം. ഇതിനു വേണ്ടിയിട്ടാണ് രണ്ട് ബിന്ദുക്കളെ അവർ തീരുമാനിച്ചു വെച്ചത്. പിന്നെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഈ രണ്ട് രേഖകളുടെയും ഈ ഒരു രേഖയുടെ ഇരുപുറത്തുമായിട്ട് കാണുന്ന നക്ഷത്രങ്ങളുടെ ഗണം അല്ലെങ്കിൽ താരാഗണങ്ങളെ അവർ വളരെ സസൂക്ഷ്മം നോക്കി. ഓരോ താരാഗണവും എല്ലാം സഞ്ചരിക്കുന്നത് ഈ മധ്യാകാശത്തുള്ള രേഖയിൽ കൂടിയാണ്. മാത്രമല്ല, മറ്റൊരു അത്ഭുതകരമായ കാര്യം അവർ കണ്ടു. നക്ഷത്രഗണങ്ങൾ മാത്രമല്ല, ആ നക്ഷത്രഗണങ്ങളോടൊപ്പം തന്നെ അതേ രേഖയിൽ സഞ്ചരിക്കുന്ന വസ്തുക്കളാണ് ചന്ദ്രൻ, പിന്നെ ശുക്രൻ, വീനസ്, മൂൺ, വീനസ്, സൂര്യൻ, സൺ, പിന്നെ സൂര്യന്റെ അടുത്ത് തന്നെയുള്ള ബുധൻ. പിന്നെ അങ്ങനെ ഈ രേഖയിൽ കൂടെ സഞ്ചരിക്കുന്ന ഈ വസ്തുക്കളുടെ ചലനത്തെ പറ്റി വളരെ സസൂക്ഷ്മം പഠിച്ചു. ചൊവ്വ പഠിച്ചപ്പോൾ അവർക്ക് ഒരു കാര്യം വ്യക്തമായി. വ്യാഴം, യുറാനസ് എന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ സാറ്റേൺ, ശനി, സൂര്യന്റെ അടുത്ത് തന്നെ. അപ്പൊ ഇങ്ങനെ ഈ ഒരു രേഖയിൽ കൂടെ നക്ഷത്രങ്ങൾ അല്ലാത്ത ചില വസ്തുക്കൾ, ആ വസ്തുക്കൾക്ക് ഇവിടെ ചലനം കൂടി ഉണ്ട് ആ രേഖയിൽ കൂടെ. അങ്ങനെയുള്ള വസ്തുക്കൾ സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, ബുധനുണ്ട്, ശുക്രനുണ്ട്, കൂടെ തന്നെ ചൊവ്വയുണ്ട്, വ്യാഴം. ഈ വസ്തുക്കളെ അവർ ഗ്രഹങ്ങൾ എന്ന് വിളിച്ചു. നക്ഷത്രങ്ങൾക്കും മോഴയും തമ്മിൽ വ്യത്യാസമുണ്ട്. നക്ഷത്രങ്ങൾ നോക്കുകയാണെങ്കിൽ, നക്ഷത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നക്ഷത്രങ്ങളെല്ലാം തന്നെ ആകാശത്ത് മിന്നിത്തിളങ്ങും. ഈ ഗ്രഹങ്ങൾ മിന്നിത്തിളങ്ങുമില്ല. ഈ വ്യത്യാസം ഒരുപാട് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു കണ്ടുപിടിച്ചു. ഇതാണ് സ്ഥിതി. അപ്പൊ ഇങ്ങനെ ഈ സഞ്ചരിക്കുന്ന വസ്തുക്കൾ കൃത്യമായി വൃത്താകാരത്തിലുള്ള ഒരു സഞ്ചാരപാതയിൽ കൂടെ ഒരു വർഷം കൊണ്ട്, പിന്നെ ചിലതൊക്കെ ഒരു വർഷം കൊണ്ട്, ചിലതൊക്കെ 1.5 വർഷം കൊണ്ട്, ചിലത് 12 വർഷം കൊണ്ട്, ചിലത് 28.5 വർഷം കൊണ്ട്, ഇങ്ങനെ പല കാലഘട്ടത്തിലാണ് ഇവയുടെ സഞ്ചാരം, പല വേഗതയിൽ. അതുകൊണ്ട് അവരതിനെ ഗ്രഹങ്ങൾ എന്ന് വിളിച്ചു. ഇംഗ്ലീഷിൽ പ്ലാനറ്റുകൾ എന്ന പേര് കൊടുത്തു. അതൊരു വലിയ കണ്ടുപിടുത്തമാണ്. ഭൂമിയുടെ മധ്യഭാഗത്തൂടെ കടന്നു പോകുന്ന ഭൂമധ്യരേഖയെ ഇന്നിപ്പോ പരിചയപ്പെടുകയാണ്. ഇതാണ് ഭൂമധ്യരേഖ, ഇക്വേറ്റർ. അതേസമയം ഇതിന് തത്തുല്യമായ ഒരു രേഖ ഖഗോളത്തിലുണ്ട്. അതിന് പറയുന്നത് സെലസ്റ്റിയൽ ഇക്വേറ്റർ.
പക്ഷെ ആ സെലസ്റ്റിയൽ ഇക്വേറ്ററും നമ്മുടെ ഭൂമിയുടെ ഭൂമധ്യരേഖയും തമ്മിൽ രണ്ടിടത്ത് വെച്ച് ഖണ്ഡിക്കുന്നുണ്ട്. ഇതൊക്കെ സാങ്കല്പികമാണെന്ന് ഓർമ്മ വേണം. മനുഷ്യനെ ആകാശത്തെപ്പറ്റി പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത സാങ്കല്പികമായ ചില കാര്യങ്ങളാണ് ഇവയൊക്കെ. ഈ രണ്ട് രേഖകളും, ഒന്ന് ഈ മഞ്ഞ രേഖയ്ക്ക് പറയുന്നത് എക്ലിപ്റ്റിക് അല്ലെങ്കിൽ ഖഗോള മധ്യരേഖ എന്നാണ്. മറ്റതിന് ഭൂമധ്യരേഖയും ഇക്വേറ്റർ ഇവ തമ്മിൽ രണ്ടിടത്ത് ഖണ്ഡിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് വേണമെങ്കിൽ ഒന്ന് കാണാം. ഇവിടെ അത് കാണണമെങ്കിൽ നമ്മുടെ ഈ ഭൂമിയുടെ ചിത്രം, ആ ഭൂമിയുടെ ചിത്രം ഇല്ലാതാക്കിയാൽ മതി. ഈ ഗ്രൗണ്ടിനെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭൂമിയുടെ ചിത്രം ഇല്ലാതാവും. ആ രണ്ട് രേഖകൾ ഖണ്ഡിക്കുന്ന ഒരിടമാണിത്. ഈ രേഖകൾ ഖണ്ഡിക്കുന്ന കോണം 23 ഡിഗ്രിയാണ്. അതിവിടെ ആയാലും ഇവിടെ ആയാലും. അതിന് കാരണം എന്താണെന്ന് ഒന്ന് ഊഹിച്ചു നോക്കാമോ? അല്പമെങ്കിലും ഭൂമിശാസ്ത്രം പഠിച്ച ആളുകൾക്ക് അറിയാം അതെന്തുകൊണ്ടാണെന്നങ്ങനെ. ഭൂമി ദിശകൾ ഇതൊക്കെയാണല്ലോ നമ്മൾ വീണ്ടും ഭൂമിയൊക്കെ കാണുക. കിഴക്ക്, തെക്ക്, വടക്ക്, അപ്പുറം പടിഞ്ഞാറ്. ഭൂമിയുടെ ഭൂഗോളം തിരിയുന്ന അക്ഷം അത് യഥാർത്ഥത്തിൽ തെക്ക് വടക്കായിട്ടാണ്. ഇങ്ങനെ ആ അക്ഷത്തിന് ചുറ്റുമാണല്ലോ ഭൂമി ഭ്രമണം ചെയ്യുന്നത്. അക്ഷം നേർക്ക് ചൂണ്ടുന്ന വടക്ക് ഭാഗത്ത് ഇന്നലെ പറഞ്ഞ, അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞ ധ്രുവനക്ഷത്രവും, തെക്ക് ഭാഗത്ത് അങ്ങനെ ഒറ്റ നക്ഷത്രങ്ങൾ ഇല്ലതാണ്. ശരി, അപ്പോ ഇവിടെ പറഞ്ഞു നിർത്തിയത് നമ്മൾ രണ്ട് ഭാഗങ്ങളിൽ ഇത് ഖണ്ഡിക്കുന്നുണ്ടെന്നാണ്. ഒരു ഭാഗം ഖണ്ഡിക്കുന്നത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. മറുഭാഗം ഒന്ന് കാണാം. നേരെ എതിർവശത്ത് 150 ഡിഗ്രിയിൽ രണ്ടാമത്തെ ഭാഗം ഖണ്ഡിക്കുന്നുണ്ട്. അപ്പൊ രണ്ട് ഖണ്ഡിക്കുന്ന ബിന്ദുക്കൾക്ക് പറയുന്നത് വിഷുവബിന്ദുക്കൾ എന്നാണ്. അതിന് കാരണം പറഞ്ഞു എന്തുകൊണ്ടാണ് ഇത് ഖണ്ഡിക്കുന്നത്. നിങ്ങളൊന്ന് ഊഹിക്കാവുന്നേ. അതായത് നമ്മുടെ ഭൂമി അതിന്റെ അക്ഷത്തിന് ചുറ്റും അല്ലെങ്കിൽ അക്ഷത്തെ അവലംബിച്ചുകൊണ്ട് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ചുറ്റുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ആ അക്ഷത്തിന് സൂര്യൻ നിൽക്കുന്ന പ്രതലവുമായിട്ട് 23 ഡിഗ്രി ചെരിവുണ്ട്. ആ ചെരിവ് കൊണ്ടാണ് ഇവിടെ ഈ രേഖകൾ 23 ഡിഗ്രി ചെരിഞ്ഞ് രണ്ടിടത്ത് ഖണ്ഡിക്കുന്നത്. ആ ഖണ്ഡിക്കുന്ന ബിന്ദുക്കൾക്കാ പറയുന്നത് വിഷുവങ്ങൾ. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ അവർക്ക് പറയുന്നത് വസന്ത വിഷുവത്തിന്, അല്ലെങ്കിൽ മാർച്ച് 21 എന്ന ആ തീയതിക്ക് വസന്ത വിഷുവും, സെപ്റ്റംബർ മാസം 22-ാം തീയതി ആ തീയതിക്ക് ശരത് വിഷുവും എന്ന് പറയും. അപ്പൊ നമുക്ക് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് കാര്യം ശരത് വിഷുവും വസന്ത വിഷുവും എന്ന ബിന്ദുക്കളും അതിനെ അവലംബിച്ചുകൊണ്ട് ഭൂമി ഭ്രമണം ചെയ്യുമ്പോൾ, ഭൂമി സ്വയം ഭ്രമണം ചെയ്യാമല്ലോ. പക്ഷെ ആ സ്വയം ഭ്രമണത്തോടെ കൂടെ തന്നെ അത് സൂര്യന് ചുറ്റും വലം വയ്ക്കുന്നുണ്ട്. അങ്ങനെ സൂര്യന് ചുറ്റും വലം വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, കാരണം അതിന്റെ അക്ഷം 23 ഡിഗ്രി സൂര്യന് ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. ആ മാറ്റത്തെ അല്ലെങ്കിൽ ആ ചെരിവോട് നിലനിർത്തിയാണ് അത് സൂര്യനെ വലം വയ്ക്കുന്നത്. ചരിവ് നിലനിർത്തി സൂര്യനെ വലം വയ്ക്കുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? ഭൂമിയിലെ കാലാവസ്ഥക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇത്രയും മനസ്സിലായി കഴിഞ്ഞാൽ
ആ കാലാവസ്ഥ മാറ്റങ്ങളെ തിരിച്ചറിയാനാണ് ഭൂമിയിലെ 6 ഋതുക്കളെ നമ്മൾ നിർണയിച്ചു വെച്ചിരിക്കുന്നത്. ഇതൊക്കെ മനുഷ്യൻ അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്തതാണ്. നമ്മൾ ഭൂമി കാണുന്ന അളവൊക്കെ ഭൂമധ്യരേഖയായാലും അതിന് സമാന്തരമായിട്ട് ആകാശത്തുള്ള ഖഗോള മധ്യരേഖയായാലും അവയൊക്കെ തന്നെ മനുഷ്യൻ പഠന ആവശ്യത്തിന് വേണ്ടിയും അവന്റെ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടിയും ശാസ്ത്രം ഉണ്ടാക്കിയെടുത്താണെന്ന് ഓർമ്മ വേണം. ഒക്കെ സാങ്കല്പികമാണ്. അതിന്റെ കാരണം കാലാവസ്ഥ മനസ്സിലാക്കണം. എപ്പോഴെപ്പോൾ ഭൂമിയിൽ വസന്ത ഋതു വരുമ്പോൾ കഠിനമായ ചൂട് അനുഭവപ്പെടും. അതേസമയത്ത് ശരത് ഋതു വരുമ്പോഴേക്കും നമ്മുടെ ഒരു രാജ്യത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ തണുപ്പ് അനുഭവപ്പെടും. ഉത്തര ദക്ഷിണ ഖഗോളങ്ങൾ തീർച്ചയായിട്ടും ഭീകരമായ തണുപ്പായിരിക്കും. കാരണം ഈ ചരിവ് കാരണം ഭൂമിയിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് സൂര്യൻ ഒരിക്കലും തന്നെ ഉത്തര ഖഗോളത്തിലേക്കോ അല്ലെങ്കിൽ ഉത്തര ധ്രുവത്തിലേക്കോ ദക്ഷിണ ധ്രുവത്തിലേക്കോ പോകുന്നതായി തോന്നൂല. ഇതാണ് ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. അതെന്തുകൊണ്ടെന്ന് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ കാണിച്ചു തരുന്ന കാര്യങ്ങൾ ഓരോന്നും സശ്രദ്ധം നിരീക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് വസന്ത വിഷുവും ശരത് വിഷുവും മാറി മാറി ഒരു വർഷത്തിൽ 2 പ്രാവശ്യം വിധിക്കുന്നത്. ഇതൊക്കെ തിരിച്ചറിയാനും മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല ഒരു മാധ്യമമാണ് സ്റ്റെല്ലേറിയം. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ശരി, നമുക്കിനി ആ വിഷുവങ്ങളിലേക്ക് പോകുന്നതിന് മുൻപേ ഇവിടെ ഇന്നും ഞാൻ രാവിലെ പറഞ്ഞ അല്ലെങ്കിൽ ഇന്ന് ഇതിന് മുൻപ് പറഞ്ഞ കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ ഈ ക്രാന്തിവൃത്തത്തിൽ കൂടെ, അതായത് അക്ഷത്തിന് 23 ഡിഗ്രി ചരിഞ്ഞു നിൽക്കുന്ന ക്രാന്തിവൃത്തത്തിൽ കൂടെ ആണ് എല്ലാ ഗ്രഹങ്ങളും സൂര്യനടക്കമുള്ള ഗ്രഹങ്ങളെല്ലാം സഞ്ചരിക്കുന്നത്. അതായത് ഭൂമിയിൽ നിന്ന് മേലോട്ട് നോക്കുന്ന ഒരു വാനനിരീക്ഷകന് മധ്യാകാശത്ത് കൂടെയാണ് ഈ പറയുന്ന മുമ്പ് പറഞ്ഞ ഗ്രഹങ്ങളൊക്കെ തന്നെ സഞ്ചരിക്കുന്നത് എന്നർത്ഥം. ഉദാഹരണം നമുക്കിവിടെ നോക്കാം. ഇവിടെ നമുക്ക് ചന്ദ്രനെ കാണാം. ഇതാണ് ചന്ദ്രൻ. പിന്നെ നമുക്ക് മറ്റേതൊക്കെ വസ്തുക്കൾ ഉണ്ടെന്ന് കാണണമെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി. ഇതാ ഇവിടെ ശനിയെ കാണാം. അതും ക്രാന്തിവൃത്തത്തിൽ കൂടിയാണ് ചലിക്കുന്നത്. പിന്നെ കാണാവുന്ന വസ്തു നമുക്ക് യുറാനസ് ആണ്. ആദ്യകാലത്ത് യുറാനസിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഓർക്കണം. പിന്നെ ശുക്രനാണ്, വീനസ്. അത് കഴിഞ്ഞാൽ വ്യാഴമാണ്. അത് കഴിഞ്ഞാൽ ഇവിടെ ബുധനുണ്ട്, മെർക്കുറി. കഴിഞ്ഞാൽ സൂര്യൻ. ഇങ്ങനെ എല്ലാ അക്കാലത്തെ തീരുമാനിച്ചിരിക്കുന്ന നവഗ്രഹ സങ്കല്പങ്ങളിൽ ഏതെണ്ണവും ഈ രേഖയിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. ആ രേഖ എവിടെയാണെന്ന് നോക്കാം. അതാണ് ഇന്നലെ കാണിച്ചു തന്നിരിക്കും. ഒന്നുകൂടെ വേണമെങ്കിൽ മനസ്സിലാക്കാം. ആ രേഖ യഥാർത്ഥത്തിൽ കിടക്കുന്നത് കിഴക്ക് പടിഞ്ഞാറായിട്ടാണ്. ഇതാ ഇത് പടിഞ്ഞാറ് ഭാഗം, മറ്റത് കിഴക്ക് ഭാഗം. ഭൂമഗ്രഹത്തിൽ തന്നെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഭൂമി ഇവിടെ നിന്ന് നോക്കുന്ന, മേലോട്ട് നോക്കുന്ന ഒരാൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ക്രാന്തിവൃത്തത്തിൽ കൂടിയാണ് എല്ലാ ഗ്രഹങ്ങളും ചലിക്കുന്നതായി തോന്നുക. ക്രാന്തിവൃത്തവും ഭൂമധ്യരേഖയും തമ്മിൽ എവിടെ രണ്ടും കടന്നു പോകുന്നുവോ അല്ലെങ്കിൽ ക്രോസ് ചെയ്യുന്നുവോ ആ ബിന്ദുക്കൾക്കാണ് വിശ്വബിന്ദുക്കൾ എന്ന് പറയുന്നത് എന്നർത്ഥം. ഇനി നമുക്ക് പറയാനുള്ളത്, ഇതേ രേഖയിൽ കൂടിയാണല്ലോ ചന്ദ്രൻ കടന്നു പോകുന്നത്. അത് നമ്മളിപ്പോ പറഞ്ഞു. ചന്ദ്രന്റെ സഞ്ചാരം ഇവിടെ അതേ രേഖയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഇതാ നോക്കണം. ഇനി അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഒരു മാർഗം ഞാൻ ഇവിടെ കാണിക്കാൻ പോവാം. ചന്ദ്രൻ ഏതാണ്ട് ഭൂമിയെ ഒരു പ്രാവശ്യം ചുറ്റുന്നത്
27 ദിവസങ്ങളും ഏതാനും മണിക്കൂറുകൾ ഉണ്ടാകും. എന്ന് വെച്ചാൽ 360 ഡിഗ്രി ആണല്ലോ ഭൂമി, വലിയ വൃത്തം. ആ 360 ഡിഗ്രി, ആകാശത്തുള്ള എല്ലാ അളവുകളും പറയുന്നത് ഡിഗ്രി കണക്കാണ്. അപ്പൊ ആ 360 ഡിഗ്രി സഞ്ചരിക്കണമെങ്കിൽ ചന്ദ്രനെ 27 ദിവസവും ഏതാനും മണിക്കൂറുകൾ എടുക്കും. അതിന്റെ അർത്ഥം ചന്ദ്രൻ ഒരു ദിവസം കൊണ്ട് 360-നെ 27 സംതിങ് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 13.1/3 ഡിഗ്രി കിട്ടും. എന്ന് വെച്ചാൽ ഒരു ദിവസം ചന്ദ്രൻ ആകാശത്ത് കൂടെ ചലിക്കുന്ന ഭാഗം, ആ ഭാഗത്തിന്റെ അളവ് 13.1/3 ഡിഗ്രിയാണെന്നർത്ഥം. അങ്ങനെ ഈ ചന്ദ്രൻ സഞ്ചരിക്കുന്ന 13.1/3 ഡിഗ്രി ആകാശഭാഗത്തിനാണ് നമ്മൾ ഒരു നാള് അല്ലെങ്കിൽ ഒരു ചാന്ദ്രദിനം എന്ന് പറയുന്നത്. അപ്പൊ ചാന്ദ്രദിനം പണ്ടത്തെ ആളുകൾ എങ്ങനെ കണക്കാക്കി നോക്കാം. അത് കണക്കാക്കിയത് നമുക്ക് ഒന്ന് ഇവിടെ നോക്കിയാൽ ചന്ദ്രൻ എവിടെയാണെന്ന് കാണാൻ പറ്റും. എവിടെയാണെന്ന് നോക്കാം. ചന്ദ്രനോട് ചന്ദ്രൻ ഇവിടെ നിൽക്കുമ്പോൾ അത് എവിടെയാണ് നിൽക്കുന്നത് കണ്ടുപിടിക്കാൻ പണ്ടത്തെ ആളുകൾ വളരെ എളുപ്പത്തിലുള്ള മാർഗം കണ്ടുപിടിച്ചു. അതായത് ചന്ദ്രൻ നിൽക്കുന്ന അതിന്റെ പശ്ചാത്തലത്തിലുള്ള നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചു. ഇവിടെ ഇപ്പോ ചന്ദ്രൻ നിൽക്കുന്ന സ്ഥലത്തിന് പിന്നിലിരിക്കുന്ന ഭാഗത്ത് കുറെ നക്ഷത്രങ്ങളെ കാണുന്നുണ്ടല്ലോ. അത് ഏതൊക്കെ നക്ഷത്രങ്ങളാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മള് നക്ഷത്രങ്ങളെ കൂട്ടിയോജിപ്പിച്ച് ഗണങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏത് ഗണമെന്ന് കണ്ടുപിടിക്കാൻ ഇവിടെ കോൺസ്റ്റലേഷൻ ആർട്ട് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പൊ ചന്ദ്രൻ നിൽക്കുന്ന ഈ ഗണം ഇതാണ്. ഈ 2 മത്സ്യങ്ങളുള്ള ഗണം, 2 മത്സ്യങ്ങളുള്ള ഗണമാണ് യഥാർത്ഥത്തിൽ ചന്ദ്രനിൽ നിൽക്കുന്നത്. ഇതിന്റെ പിന്നിലിരിക്കുന്ന നക്ഷത്രത്തിന്റെ മുമ്പിലാണ് ചന്ദ്രൻ നിൽപ്പ്. അതിന്റെ അർത്ഥം ഈ 2 മത്സ്യങ്ങളുടെ ഗണത്തിന് പറയുന്നത് പിസ്കസ് എന്നാണ്. പിസ്കസ് എന്ന അതിന്റെ അർത്ഥം മീനം, മീനം രാശി. അപ്പൊ മീനം രാശിയിലാണ് ചന്ദ്രൻ. ആ മീനം രാശിയിൽ തന്നെ കുറെ നക്ഷത്രങ്ങളുണ്ട്. മീനം രാശിയിലെ ഈ നക്ഷത്രങ്ങളെയൊക്കെ കൂട്ടി യോജിപ്പിച്ചാണ് രേവതി എന്ന നക്ഷത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഏറ്റവും അവസാനത്തെ നക്ഷത്രം, 27ാമത്തെ നക്ഷത്രം, 27ാമത്തെ ചാന്ദ്രദിനം. അപ്പൊ അവസാനത്തെ ഇതാണെങ്കിൽ എത്ര രാശികളുണ്ട്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് 12 രാശികളുണ്ട്. അവസാനത്തെ ഗണമാണെങ്കിൽ, അല്ല അവസാനത്തെ നക്ഷത്രമാണെങ്കിൽ 27ാമത്തെ ആയിരിക്കുമല്ലോ. അപ്പൊ ഒന്നാമത്തെ എവിടെ തുടങ്ങും? ഒന്നാമത്തെ എവിടെ തുടങ്ങണം? എവിടെ ഇവിടെ തുടങ്ങണം? എന്റെ അമ്പടിയാണ്, ശ്രദ്ധിക്കണം. ഒന്നാമത്തെ തുടങ്ങുന്നത് ഇവിടെയാണ്. ഈ ചെമ്പടിയാടിന്റെ രൂപമുള്ള ഈ ഒരു രാശിയിലാണ് ഒന്നാമത്തെ തുടങ്ങുന്നത്. അതിൽ എത്ര നക്ഷത്രങ്ങളുണ്ട്? ധാരാളം നക്ഷത്രങ്ങളുണ്ട്. പക്ഷേ ആദ്യത്തെ നക്ഷത്രത്തിന് പറയുന്നത് അശ്വതി എന്നാണ്. അതെല്ലാവർക്കും അറിയാതിരിക്കും. സാധാരണ ആകാശത്തെ പറ്റി ഒന്നും അറിയാത്ത ആളുകൾക്ക് പോലും പറയാം, 27 ചാന്ദ്രദിനത്തിലെ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. പിന്നത്തതോ ഭരണിയാണ്. അതിവിടെയാണ്. വേണമെങ്കിൽ അതൊന്ന് ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ നോക്കണം. ഇതാണ് ഭരണി എന്ന നക്ഷത്രം. ഇത് അശ്വതിയാണ്. ഈ രണ്ടും ഇതും കൂടി ചേർന്നാൽ അശ്വതിയായി. പിന്നത്തെ ഭരണിയാണ്. അപ്പോൾ ഇങ്ങനെ ഒന്നാമത്തെ ഈ രാശിയിൽ യഥാർത്ഥത്തിൽ 2.25 നക്ഷത്രങ്ങൾ ഉണ്ടാവും. കാരണം ഒരു രാശി എന്നാൽ 30 ഡിഗ്രിയാണ്. അതായത് 360 ഡിഗ്രി ആകാശത്തെ 12 രാശികളായി ഭാഗിക്കുമ്പോൾ ഓരോ രാശിയും 30 ഡിഗ്രി ആയിരിക്കുമല്ലോ. അങ്ങനെ വരുമ്പോൾ ഒരു 30 ഡിഗ്രി ആകാശത്തെ 27 നാളുകളിലെ 2 നക്ഷത്രം കാരണം
ഇത് മീനം രാശിയാണെങ്കിൽ അതിൽ ഉള്ളത് രേവതി എന്ന നക്ഷത്രം മാത്രമാണ്. അപ്പൊ രേവതിക്ക് മുമ്പുള്ള നക്ഷത്രം ഒന്നാമത്തെ, ഇത് 27ാമത്തെ ആണെങ്കിൽ ഇത് ഒന്നാമത്തെ ആയിരിക്കുമല്ലോ. ഇത് ഒന്നാമത്തെ ആണെങ്കിൽ ഈ ഒന്നാമത്തെ നക്ഷത്രത്തിന് അശ്വതി എന്നാണ് പേര്. രണ്ടാമത്തെ നക്ഷത്രം ഇവിടെ ഭരണി. മൂന്നാമത്തെ നക്ഷത്രം അടുത്ത രാശിയില്, ഈ അടുത്ത രാശിക്ക് പറയുന്നത് ഇടവൻ രാശിയാണ്. ഇത് മേടൻ രാശിയാണ്. ഇടവൻ രാശിയിലെ കാർത്തിക, അല്ലെങ്കിൽ ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത് പ്ലൈഡാസ്. അങ്ങനെ 12 രാശികളിലും ആയിട്ട് 27 നക്ഷത്രങ്ങളുണ്ട്. ഉത്തരേന്ത്യക്കാർക്കാകട്ടെ ഒരു നക്ഷത്രം കൂടുതലാണ്, 28ആണ്. കേരളത്തിൽ 27 നക്ഷത്രങ്ങളേ ഉള്ളൂ. അങ്ങനെയാണ് കണക്കാക്കിയിരിക്കുന്നത്. വലിയ വ്യത്യാസങ്ങളുണ്ട് ഇതിലൊക്കെ. ഇതൊന്നും അത്ര കൃത്യമായി ശാസ്ത്രീയമായിട്ടൊന്നും ഉണ്ടാക്കിയതൊന്നുമല്ല. ആ കാലത്ത് മനുഷ്യൻ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നതൊക്കെ ആ കാലത്തെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്താ അന്നത്തെ ആവശ്യം? ചാന്ദ്രദിനം കണ്ടുപിടിച്ചിട്ട് തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഇപ്പോൾ പോലും അതായിരിക്കുന്നുണ്ടല്ലോ. ഭൂമി കുഞ്ഞു പറഞ്ഞാൽ എല്ലാ നാടുകളിലും കേട്ടോ. കേരളത്തിലെ കാര്യം പറയാം. ഭൂമിയിൽ കുഞ്ഞു പറഞ്ഞാൽ ആ കുഞ്ഞ് പിറന്ന നാളിൽ നിന്നാണ് പിന്നെ ആ കുഞ്ഞിന്റെ പ്രായം കണക്കാക്കുക. കുഞ്ഞ് ഉദാഹരണത്തിന് ഇതാ ഇവിടെ കാണുന്ന കാർത്തിക നക്ഷത്രത്തിലാണ് പിറന്നതെങ്കിലോ അടുത്ത കാർത്തിക വരുമ്പോഴേക്കും കുഞ്ഞിന് 27 ദിവസം പ്രായമാവൂലേ? അങ്ങനെയാണ് അക്കാലത്തെ പ്രായം കണ്ടുപിടിക്കാനുള്ള മാർഗം. കാരണം അന്ന് വർഷങ്ങൾക്ക് നമ്പറില്ല, തീയതികളില്ല, മാസങ്ങളില്ല, ഒന്നുമില്ല. അന്നത്തെ ആവശ്യത്തിന് വേണ്ടി, മനുഷ്യന്റെ ജീവിതാവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പ്രായം കണ്ടുപിടിക്കാനുള്ള ഒരു പ്രായ ഗണനക്കുള്ള മാസം, തീയതികൾ, 27 നക്ഷത്രങ്ങൾ അങ്ങനെ കണ്ടുപിടിച്ചതാണ്. ഇത് ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് പുരാതന കാലത്ത്. വേദങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന ലഗധമുനി എന്ന് പറഞ്ഞ ആളാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജ്യോതിഷ ഗ്രന്ഥം ഉണ്ടാക്കിയത്. അക്കാലം മുതലേ നമ്മുടെ വേദങ്ങളിൽ ഇവ ഉണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രൻ സഞ്ചരിക്കുന്ന വഴിയാണ് 30 ഡിഗ്രി വീതം വരുന്ന 12 രാശികളാക്കി, അതേ 12 രാശികളെ 13 ഡിഗ്രി വീതം വരുന്ന 27 ചാന്ദ്രദിനങ്ങളായിട്ട് അല്ലെങ്കിൽ നക്ഷത്രങ്ങളായിട്ട് പ്രഖ്യാപിച്ചു. ഇത് പണ്ടത്തെ ആളുകളുടെ ആവശ്യമായിരുന്നു. ഇത് നോക്ക്. ശരി, അത് കഴിഞ്ഞാലോ? അത് കഴിഞ്ഞാൽ ഇതേ രേഖയിൽ കൂടിയാണല്ലോ സൂര്യനും പോകുന്നത്. ഇവിടെ നോക്കാം നമുക്ക് സൂര്യൻ എവിടെയാണ്. സൂര്യൻ. അപ്പോൾ ചന്ദ്രൻ ഇന്ന് നേരത്തെ പറഞ്ഞ മീനൻ രാശിയിലാണെങ്കിൽ സൂര്യനും അതേ രാശിയിലാണ് ഉള്ളത്. പക്ഷേ സൂര്യന്റെ സഞ്ചാരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ചന്ദ്രന് 27 ദിവസമേ ഇരിക്കുള്ളൂ ഭൂമിക്ക് ചുറ്റും 360 ഡിഗ്രി ചുറ്റി വരാൻ. സൂര്യനാകട്ടെ ഓരോ ദിവസവും ഒരു പ്രാവശ്യം ഭൂമി ചുറ്റുന്നുണ്ട്. അതായത് സൂര്യൻ ചുറ്റാൻ 24 മണിക്കൂർ എടുക്കും എന്നർത്ഥം. അങ്ങനെ വരുമ്പോൾ ഓരോ ദിവസം സൂര്യൻ ചുറ്റുന്നത് 1 ഡിഗ്രി വീതമാണ്. ചന്ദ്രൻ 13 ഡിഗ്രി ചുറ്റുന്നു. കാരണം 27 ഡിഗ്രി കൊണ്ട് 27 ദിവസം കൊണ്ടായാലും ചുറ്റി വരണം. സൂര്യൻ അതിന്റെ ആവശ്യമില്ല. സൂര്യൻ ഒരു കൊല്ലം കൊണ്ട് ചുറ്റി വന്നാൽ മതി മുഴുവനും. പക്ഷെ ദിവസേന സൂര്യൻ ചുറ്റുന്നുണ്ട്. ആ ദിവസേന ചുറ്റാൻ കാരണം ഭൂമിയുടെ ഭ്രമണം കൊണ്ടാണ്. അതേസമയം ഭൂമി സൂര്യനെ ചുറ്റുന്നത് കൊണ്ട് ഓരോ ഡിഗ്രി വീതം മാത്രമേ സൂര്യൻ ആകാശത്തിന് കടക്കുന്നതായി നമുക്ക് മനസ്സിലാവുന്നു. അപ്പോൾ 1 ഡിഗ്രി ആണെങ്കിൽ തീർച്ചയായിട്ടും സൂര്യൻ ഈ പറയുന്ന 30 ഡിഗ്രി വരുന്ന ആകാശത്ത് 30 ദിവസം ഉണ്ടാകും.
അതിനെയാണ് പണ്ടുള്ള ആളുകൾ മാസങ്ങളായി കണക്കാക്കിയത്. അതായത് ഉദാഹരണത്തിന് ഇവിടെ നോക്കാം, ഇത് പിസ്കസ് ആണ്, മീനം. അതിനെ മീനം രാശിയെ മീനം മാസമാക്കി, അത്ര തന്നെ. 30 ഡിഗ്രി 30 ദിവസം സൂര്യൻ ഈ രാശിയിൽ ഉണ്ടാകും. അതേസമയം ചന്ദ്രൻ ഒരൊറ്റ ദിവസം നിൽക്കുള്ളൂ, അടുത്ത രാശിയിലേക്ക് കിടക്കും. ഇത് കഴിഞ്ഞാൽ അടുത്ത് ഇവിടെ അശ്വതിയിലേക്ക് പോകും. രേവതി കഴിഞ്ഞാൽ പിന്നെ അശ്വതിയാണ്. ഇതാണ് ഭൂമിയുടെ 2 സഞ്ചാരത്തിന്റെ പാഠങ്ങൾ. അത് നന്നായിട്ട് മനസ്സിലാക്കുക. അതാണ് ഇന്നത്തെ ഈ പരിപാടിയിൽ ചെയ്യുന്നത്. സൂര്യന്റെ വാർഷിക ചലനവും ചന്ദ്രന്റെ ദൈനിക ചലനവും. സൂര്യൻ ഇങ്ങനെ ഒരു വർഷം എടുക്കുന്നുണ്ട് ആകാശത്തുകൂടെ ഒന്ന് ചുറ്റി വരാൻ. അല്ലെങ്കിൽ സൂര്യനല്ല ചുറ്റുന്നത്, സൂര്യൻ നിശ്ചലമാണ്. ഭൂമി നിന്ന് നോക്കുന്ന ഒരാൾക്ക് തോന്നുന്നത് സൂര്യനാണ് ചുറ്റുന്നതെന്നാണ്. അങ്ങനെ ചുറ്റി വരാൻ ആദ്യമായിട്ട് ഇത് നിരീക്ഷിച്ചത് ഈജിപ്തുകാരാണ്. അവർ സൂര്യനെ കൃത്യമായി നിരീക്ഷിച്ചു. സൂര്യൻ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിന്റെ മുന്നിൽ ഉദിക്കുന്ന സമയത്ത് കൃത്യമായി നിരീക്ഷിച്ചു. അത് ഓരോ ദിവസവും വളരെ ക്ഷമയോടുകൂടെ അതിനെ നിരീക്ഷിച്ച് അത് പിന്നീട് വീണ്ടും അതേ നക്ഷത്രത്തിന്റെ മുന്നിൽ വരുന്ന ആ കാലയളവിനെ അവർ കണക്കാക്കിയതാണ് ഒരു വർഷം, അതല്ലെങ്കിൽ ഒരു ഇയർ. അതിനത് എടുക്കുന്ന സമയം 365 ദിവസമാണ്. നമ്മുടെ പൗരാണികർ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് നമുക്ക് ഈ വിവരങ്ങളൊക്കെ തരാൻ വേണ്ടി. ആ കാര്യം മറക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ ഇന്ന് ഇവിടെ ആദ്യത്തെ ഈ 2ാമത്തെ ഭാഗം, അതായത് സ്റ്റെല്ലേറിയത്തിന്റെ 2ാമത്തെ ഭാഗം അവസാനിപ്പിക്കുന്നത് സൂര്യന്റെയും ചന്ദ്രന്റെയും ഭൂമിക്ക് ചുറ്റുമുള്ള സഞ്ചാരപഥം കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങളെ വിശദീകരിച്ചുകൊണ്ടാണ് എന്ന് മാത്രം പറയുന്നു. ഇനി ബാക്കി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക്, 3ാം ഭാഗത്തിലേക്ക് പറഞ്ഞു തരും.